റഷ്യൻ കൂലി പട്ടാളത്തിൽ തൃശൂർ കുട്ടനല്ലൂർ സ്വദേശി ബിന്നിൽ കൊല്ലപ്പെട്ടത് ഡ്രോൺ ആക്രമണത്തിൽ നിന്ന് സന്ദേശം. ആക്രമണത്തിൽ പരിക്കേറ്റ് ചികിത്സയിൽ കഴിയുന്ന സുഹൃത്ത് ജെയിനാണ് ബന്ധുക്കളെ വിവരം അറിയിച്ചത്. ബിന്നിൽ കൊല്ലപ്പെട്ടത് 5-ാം തീയതിയാണെന്നും മൃതദേഹം ജെയിൻ കാണുന്നത് 6-ാം തീയതിയാണെന്നും സന്ദേശത്തിൽ പറയുന്നു. ഇതിനിടെ ബിന്നിലിന്റെ വീട് രമേശ് ചെന്നിത്തല സന്ദർശിച്ചു. രമേശ് മാധ്യമങ്ങളോട് സംസാരിക്കുന്നു. ഈ രണ്ട് കാര്യത്തിന് വേണ്ടി കേന്ദ്ര വിദേശകാര്യമന്ത്രി ജയശങ്കർ ആയിട്ട് ബന്ധപ്പെടുന്നുണ്ട്. ബോഡി കൊണ്ടുവരിക ഏറ്റവും പ്രധാനപ്പെട്ട. രണ്ടാമത് അദ്ദേഹത്തിൻ്റെ അളിയൻ അവിടെ കുടുങ്ങിക്കിടക്കുന്നു, അദ്ദേഹത്തെ തിരിച്ചു കൊണ്ടുവരിക. ഈ രണ്ട് കാര്യങ്ങൾക്ക് വേണ്ടി ഇന്ന് തന്നെ മെസ്സേജ് അയക്കുകയും അതുമായിട്ട് ബന്ധപ്പെടാൻ ശ്രമിക്കുകയും ചെയ്യുന്നുണ്ട്. മോചനത്തിൻ്റെ കാര്യത്തിൽ ഒരു കുറ്റകരമായ ആശ സർക്കാരിൻ്റെ ഭാഗത്തുനിന്നുണ്ടായി. അതുപോലെ തന്നെയാണ് ഇവരെ ഈ മനുഷ്യക്കടത്ത് എന്നുള്ള നിലയിൽ തെറ്റിദ്ധരിപ്പിച്ച് ജോലി തട്ടിപ്പിനേരി അന്തരീക്ഷയിൽ എത്തിച്ച ആളുകൾക്കെതിരെ ഒരു നടപടി വേണം. അതാണ് തീർച്ചയായും നടപടി വേണം. ഈ മനുഷ്യക്കടത്ത് നടത്തുന്ന ആളുകൾ കേരളത്തിൽ ധാരാളം അനധികൃതമായി പ്രവർത്തിക്കുന്നുണ്ട്. റിക്രൂട്ടിംഗ് ഏജൻസി ഒന്നുമല്ല. പക്ഷേ ഇതുപോലെ പാവപ്പെട്ട ആളുകളെ മോഹിപ്പിച്ച് വിദേശത്ത് കൊണ്ടുപോയി കൂലിപ്പട്ടാളത്തിൽ ചേർക്കുക, വളരെ നികൃഷ്ടമായ ജോലികൾ ചെയ്യിക്കുക. കാരണം അവരവിടെ കുടുങ്ങിപ്പോയി കഴിഞ്ഞാൽ പിന്നെ വരാൻ കഴിയില്ല. അപ്പം ഇപ്പോൾ തന്നെ റഷ്യയിൽ ഉക്രൈൻ യുദ്ധമൊക്കെ നടക്കുന്ന സമയമാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള സ്ഥലങ്ങളിലേക്ക് ആളുകളെ ഒരു ഉത്തരവാദിത്വമില്ലാതെ കൊണ്ടുപോകുന്ന ആരാണ്? ഏത് ഏജൻസിയാണ്? അവരുടെ പേര് കർശന നടപടി ഉണ്ടാവുകയാണ് വേണ്ടത്. കേസ് രജിസ്റ്റർ ചെയ്യാണ് വേണ്ടത്. ഏതായാലും ഈ കാര്യം അടിയന്തരമായി ചെയ്യേണ്ടത് ഈ കാര്യം ഇപ്പം കേന്ദ്ര വിദേശകാര്യമന്ത്രിയായിട്ട് ബന്ധപ്പെടുക എന്നുള്ളതാണ്. ഞാൻ ബന്ധപ്പെടും, അദ്ദേഹത്തിന് മെസ്സേജ് അയക്കുന്നുണ്ട്, ബന്ധപ്പെടുന്നുണ്ട്. കളക്ടറോട് ഞാൻ സംസാരിക്കുന്നു. രമേശ് ചെന്നിത്തലയുടെ പ്രതികരണം നടക്കുന്നത്. കെ അഖിൽ ചേരുന്നു. അഖിൽ, എന്താണ് ഈ ഇദ്ദേഹത്തിന്റെ മരണവുമായി ബന്ധപ്പെട്ട് അവിടെ നിന്ന് കിട്ടിയിട്ടുള്ള മെസ്സേജിന്റെ ഉള്ളടക്കം എന്താണ്? ലഭിച്ചിട്ടുള്ള സന്ദേശം എന്ന് പറയുന്നത് പ്രധാനമായി അതിൽ പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഈ ബിനിൽ മരിച്ചത്, അതായത് ഡ്രോൺ ആക്രമണത്തിലാണ്. ഒരു ഷെല്ലാക്രമണമോ വെടിവെപ്പോ എന്നുള്ള ഡ്രോൺ ആക്രമണത്തിലാണ് എന്നുള്ളതാണ്. 5-ാം തീയതി മരണപ്പെട്ടു എന്ന വിവരവും നമുക്ക് ലഭിക്കുന്നുണ്ട്. കാരണം ജെയിനൊപ്പം ഉണ്ടായിരുന്ന അദ്ദേഹത്തിന്റെ ബന്ധു എന്തായാലും നമ്മൾക്കും ചേരുന്നുണ്ട്. നമുക്ക് അവസാനമായിട്ട് ലഭിച്ച സന്ദേശത്തിൽ എന്താണ് കൃത്യമായി പറയുന്നത്? അവസാനമായിട്ട് ലഭിച്ച സന്ദേശത്തിൽ ബിനിലിന്റെ മരണം ജെയിൻ കണ്ടു എന്നാണ് പറഞ്ഞത്. ബിനിൽ മരിച്ചത് ജെയിൻ കണ്ടു എന്നാണ് പറയുന്നത്. 5-ാം തീയതിയാണ് ബിനിൽ സംഭവിച്ചിട്ടുള്ളത്. ജെയിൻ 6-ാം തീയതിയാണ് കാണുന്നത്. അതിനുശേഷം ജെയിൻ്റെ നേരെയും അറ്റാക്ക് ഉണ്ടായി, ഡ്രോൺ അറ്റാക്ക് ഉണ്ടായി. അതിലാണ് ജെയിൻ അവിടെ വെച്ചത് തന്നെ, സ്പോട്ടിൽ വെച്ച് തന്നെ. അപ്പോൾ തന്നെ ജെയിൻ അവിടെ നിന്ന് ഓടി രക്ഷപ്പെടുകയും ചെയ്തു. എന്നിട്ട് പിറ്റേ ദിവസമാണ് ജെയിൻ ആശുപത്രിയിലാക്കിയെന്ന് പറയുന്നത്. ഇപ്പോൾ ജെയിൻ ഇപ്പോൾ നിലവിൽ എവിടെയുള്ള? മോസ്കോയിലുള്ള ആർമി ഹോസ്പിറ്റലിലാണ്. അവിടെ ഉണ്ടെന്നാണ്. സുരക്ഷിതനാണ്? മറ്റു പ്രശ്നം ഓക്കെ ആയി വരുന്നു. ബിന്നിൻ്റെ മൃതദേഹം സംബന്ധിച്ച് എന്തെങ്കിലും വിവരങ്ങൾ നമുക്ക് എംബസിയിൽ നിന്ന് ലഭിച്ചു? ഇത് വാക്കാലുള്ള അറിയിപ്പ് അല്ലാണ്ട് വേറെ വിവരങ്ങളൊന്നും കിട്ടിയിട്ടില്ല. നമുക്ക് ഒന്നും ലഭിച്ചിട്ടില്ല. അതുപോലെ തന്നെ നിൽക്കുന്ന ഒരു കാര്യമാണ്, ഇവരെങ്ങനെ അവിടേക്ക് പോയി എന്നൊരു ചോദ്യമുണ്ട്. അതായത് ഈ കൂലിപ്പട്ടാളത്തിൽ എങ്ങനെ എത്തിപ്പെട്ടു എന്നുള്ളൊരു ചോദ്യമുണ്ട്. അതെങ്ങനെയായിരുന്നു? അത് ഇവിടെ ഉള്ള നാട്ടിലുള്ള ഒരു സിബി എന്ന് പറഞ്ഞ ഒരു അകന്ന ബന്ധു വഴിയാണ് ഇവർ ഇവിടുന്ന് പോയിട്ടുള്ളത്. അവൻ അവിടെ തന്നെയായിരുന്നു വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. അവൻ വഴിയാണ് ഇവരവിടെ എത്തിപ്പെട്ടിട്ടുള്ളത്. അവന് വിശ്വസിച്ചാണ് അവന് ഇവിടുന്ന് പോളണ്ടിലേക്ക് കൊണ്ടുപോയി എന്ന് പറഞ്ഞിട്ടാണ് ഇവരിൽ നിന്ന് പൈസ എല്ലാം മേടിച്ചിട്ടുള്ളത്. അതിനുശേഷം വിസ വന്നപ്പോൾ റഷ്യ എന്ന് പറഞ്ഞപ്പോൾ ഇവർ പോകുന്നില്ല എന്ന് പറഞ്ഞിരുന്നതാണ്. അപ്പോൾ ഞാൻ ഇവിടെ തന്നെ വർക്ക് ചെയ്യുന്നത്, ധൈര്യമായിട്ട് നിങ്ങൾ പോരെ, നിങ്ങൾ എൻ്റെ അടുത്തേക്ക് കൊണ്ടുവന്ന് ധൈര്യമായിട്ട് പോരെ എന്നുള്ള രീതിയിലാണ് അവൻ പറഞ്ഞ് കൊണ്ടുപോയിട്ടുള്ളത്. അപ്പോൾ ഇയാൾ അവിടെ എന്ത് ജോലി ചെയ്യും? അവനും കൂലിപ്പട്ടാളത്തിലെ ജോലി തന്നെയാണ്. അവനവിടെ ഹെൽപ്പർ ജോലി, പുറത്തേക്ക് ഫീൽഡിലുള്ള വർക്കില്ല, അവന് ഓഫീസ് വർക്ക് പോലെ അങ്ങനെയുള്ള ജോലിയാണെന്നാണ് പറഞ്ഞത്. അപ്പോൾ ആ രീതിയിലായിരുന്നു ഇവരെയും കൂടി അതിലേക്ക് അതെ അങ്ങനെ ചതിക്കപ്പെട്ടു എന്ന് തോന്നുന്നു. അതെ. ഇപ്പോൾ നിലവിൽ PCB എവിടെയാണ്? എന്തെങ്കിലും നമുക്ക് വിവരങ്ങൾ? അതിപ്പോൾ നാട്ടിലുണ്ടെന്നാണ് നമുക്ക് അറിയിപ്പ് കിട്ടിയത്. എങ്ങനെ എത്തിയെന്നുള്ളൂ? അത് ഇതുപോലെ അവർ എഗ്രിമെൻറ്റ് ക്യാൻസലാക്കിയിട്ട് ഇന്ത്യക്കാരെ തിരിച്ചു വിടാന്നുള്ളൊരു എഗ്രിമെൻറ്റ് ഉണ്ടായിരുന്നല്ലോ പട്ടാളത്തിലുള്ള. അതുപോലെ ആ എഗ്രിമെൻറ്റുകാരനെ പിന്നെ തിരിച്ചു വിട്ടുവെന്നാണ്. ആദ്യം പറഞ്ഞതിൽ നിന്ന് വ്യത്യസ്തമായൊരു കാര്യമാണ് സംഭവിച്ചത്. അതെ. നിലവിൽ സിബിക്കെതിരെ നമ്മൾ പരാതികളോ മറ്റു കാര്യങ്ങളായിട്ടോ പരാതി കൊടുത്തിട്ടുണ്ട്. നിഷാദ്, ഇത് തന്നെയാണ് ഏറ്റവും വിവരം എന്ന് പറയുന്നത്. അതായത് ഇവിടെ നിന്നും ഇവരെ കൊണ്ടുപോകുന്നത് അവരുടെ അകന്ന ബന്ധു തന്നെയാണ്. പോളണ്ടിലേക്ക് എന്ന് പറഞ്ഞു കൊണ്ടുകൊണ്ടു. അതിനിടയിൽ അത് റഷ്യയിലേക്കുള്ള ലക്ഷ്യൻ കൂലിപ്പട്ടാൽ റഷ്യയിലാണെന്ന് പറയുമ്പോൾ അവർ വേണ്ട എന്ന് പറയുമ്പോൾ ഇത് തൻ്റെ അടുത്തേക്കാണ് വരുന്നതെന്ന് സിബി പറയുകയും പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല എന്ന് പറയുന്നു. ആദ്യഘട്ടത്തിൽ ഇവരവിടെ എത്തുമ്പോഴും അത്തരത്തിലുള്ള കാര്യങ്ങൾ തന്നെയാണ്. അതായത് ഈ ചെറിയ ജോലികൾ, അതായത് ഇവരെ പട്ടാളത്തെ സഹായിക്കുക മാത്രമാണ് എന്നാണ് പറഞ്ഞത്. അതിനുവേണ്ടി അവർക്ക് ചെറിയ ഒരു പരിശീലനം എന്ന് പറഞ്ഞു. പിന്നീട് അത് 3 മാസം നീണ്ടു നിൽക്കുന്ന ആയുധം ഉപയോഗിച്ചുള്ള ഒരു പരിശീലനമായി മാറി. അത്തരത്തിലാണ് പിന്നീട് ഇവർ ഈ 2 പേർ, ജെയിനും അതുപോലെ തന്നെ ബിനിലും ഉക്രൈൻ പ്രവിശ്യയിലേക്ക് കയറിപ്പോയി. ഏറെ ദൂരം ഉക്രൈനുള്ളിലേക്ക് പോയി. ഇവർ ഈ മരണപ്പെട്ടതും ഉക്രൈനിൽ വെച്ച് തന്നെയാണ്. ഏകദേശം തലസ്ഥാനമായ കീവിന് തൊട്ടടുത്തുള്ള ഏതോ പ്രദേശത്ത്, കൃത്യമായ സ്ഥലം ഇവർക്ക് പറയാനറിയില്ല, അന്നാണ് ഉണ്ടാവുന്നത്. 5-ാം തീയതി ബിനിൽ യുദ്ധഭൂമിയിലേക്ക് പോകുന്നതിനിടയിൽ ഡ്രോൺ ആക്രമണത്തിൽ ബിനിൽ കൊല്ലപ്പെടുന്നു. 6-ാം തീയതി ജെയിൻ നടന്നു പോകുമ്പോൾ ഈ ബിനിൽ കൊല്ലപ്പെട്ട് കിടക്കുന്ന കാഴ്ച ജെയിൻ കാണുന്നു. ആർമി ഓഫീസിലെത്തി കാര്യം പറയുമ്പോൾ അവർ അവിടെ വീണ്ടും ഓടിച്ചേർന്നു. തിരികെ
എത്തി ബിനിലിൻ്റെ മൃതദേഹം മറച്ചിട്ട് അതിനടുത്ത് നിൽക്കുമ്പോഴാണ് ജയിനും ഇത്തരത്തിൽ ഡ്രോൺ ആക്രമണം ഉണ്ടാകുന്നത്. അതിൽ വയറിനടക്കം പരിക്കേൽക്കുകയും അടിയന്തര ശസ്ത്രക്രിയയ്ക്ക് വിധേയനാവുകയും ചെയ്തിരുന്നു. ഇപ്പോൾ ജെയിൻ സുരക്ഷിതനാണെന്ന് അറിയുന്നു. ഈ ബിനിലിൻ്റെ മൃതദേഹം എവിടെയാണ് എന്ന കാര്യത്തിൽ ഇപ്പോഴും ഒരു വ്യക്തത കുടുംബത്തിൽ ലഭിച്ചിട്ടില്ല. ബിനിലിൻ്റെ മൃതദേഹം നാട്ടിലെത്തിക്കാനും ജെയിനെയും ഒപ്പം തൃശ്ശൂരിൽ നിന്ന്